Good morning students. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ഔട്ട്പുട്ട് പവർ ആൻഡ് ബീം ലോഡിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം എവിടം വരെ ഡിസ്കസ് ചെയ്ത് വെലോസിറ്റി മോഡുലേഷൻ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, ബഞ്ചിങ് പ്രോസസ്സ് ഡിറൈവ് ചെയ്തു, അതിനകത്ത് ബഞ്ചിങ് പാരാമീറ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ കൂടെ ഒപ്റ്റിമം ഡിസ്റ്റൻസും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എഫിഷ്യൻസി, ഔട്ട്പുട്ട് പവർ, ബീം ലോഡിംഗ് ആണ്. അതായത് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ക്യാച്ചർ ക്യാവിറ്റിയിലാണ് നമ്മൾ ഔട്ട്പുട്ട് സിഗ്നൽ കളക്ട് ചെയ്യുന്നത്, ക്യാച്ചർ ക്യാവിറ്റിയിലാണ്. അപ്പോൾ ക്യാച്ചർ ക്യാവിറ്റിയിൽ കളക്ട് ചെയ്യുമ്പോൾ മാക്സിമം പവർ കിട്ടണമെങ്കിൽ ഉള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. അതായത് വരുന്ന ഇലക്ട്രോൺസ്, ബഞ്ചിങ് ക്യാവിറ്റിയിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് എനർജി ട്രാൻസ്ഫർ ചെയ്യണം ആർക്ക്? നമ്മുടെ RF സിഗ്നലിന്. എന്നാൽ മാത്രമേ RF സിഗ്നലിന് എന്ത് കിട്ടുള്ളൂ? ഹൈ പവർ കിട്ടുള്ളൂ. സോ ഈ RF സിഗ്നലിന് പവർ റിസീവ് ചെയ്യണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷൻ ആയിരിക്കണം. When the bunched electrons reaches the grid, the RF signal must encounter, that is, or you can say that the electrons must encounter a retarding phase. എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാം, നമ്മുടെ കയ്യിൽ ഒരു എനർജി ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കണം. കുറവുള്ളിടത്തോട്ടല്ലേ എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുകയുള്ളൂ. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എങ്ങനെയാണ്? കൂടുതലുള്ളത് കുറവുള്ളിടത്തോട്ട് പോകുന്നു. കൂടുതലുള്ളിടത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് അവിടെ ഒരു എനർജി കൺസർവേഷൻ ഉണ്ടോ? ഇല്ല. അപ്പം അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? RF സിഗ്നലിനാണ് എനർജി വേണ്ടത്. ആരുടെ എനർജിയാണ് അക്വയർ ചെയ്യുന്നത്? ഈ ഇലക്ട്രോൺസ്, ഈ വരുന്ന ബഞ്ച്ഡ് ഇലക്ട്രോൺസ് ആയ ഹൈ ബീം എനർജി ഇലക്ട്രോൺസിന്റെ എനർജിയാണ് ആര് അക്വയർ ചെയ്യുന്നത്? ഈ RF സിഗ്നൽ, അതായത് നമ്മുടെ മൈക്രോവേവ് സിഗ്നൽ അക്വയർ ചെയ്യുന്നു. സോ അത് അക്വയർ ചെയ്യണമെങ്കിൽ അവിടുത്തെ ഫേസ്, അതായത് ക്യാച്ചർ ഗ്രിഡിന്റെ അവിടുത്തെ ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി റിട്ടാർഡിങ് ഫേസ്. റിട്ടാർഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിക്രീസിങ്, അതായത് കുറഞ്ഞു കൂടുന്ന ഫേസിനെയാണ് നമ്മൾ റിട്ടാർഡിംഗ് ഫേസ് എന്ന് പറയുന്നത്. അപ്പം റിട്ടാർഡിംഗ് ഫേസിലാണെങ്കിൽ മാത്രമേ ഈ വരുന്ന ഇലക്ട്രോൺസിന് എനർജി ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ? ഇലക്ട്രോൺസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സോറി, നോട്ട് ഇലക്ട്രോൺസ്, ഈ RF സിഗ്നലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. സോ the condition is that the phase of the catcher gap എന്ന് പറഞ്ഞാൽ ക്യാച്ചർ ക്യാവിറ്റിയിലുള്ള ആ ഗ്യാപ്പ്, ആ ഗ്രിഡിൻ്റെ അവിടെയുള്ള ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഇൻ സച്ച് എ വേ ദാറ്റ് the bunched electron as they pass through the ഗ്രിഡിലൂടെ പാസ് ചെയ്യുമ്പം the bunched electron must encounter a retarding phase. റിട്ടാർഡിംഗ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഇലക്ട്രോൺസ് എൻകൗണ്ടർ ചെയ്യുന്ന റിട്ടാർഡിങ്, അതായത് കുറഞ്ഞിരിക്കുന്ന കേസ്. എന്നാലേ പിന്നെ അത് എനർജി കൊടുക്കുമ്പോൾ അതിന് എന്താവാൻ പറ്റുള്ളൂ? അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് ഒരേ ഒരു കണ്ടീഷൻ. ദാറ്റ് ഈസ് ദ ഫേസ് ഓഫ് ദ ക്യാച്ചർ ഗ്യാപ്പ് ഇൻ ദ ഗ്രിഡ് must be in such a way that when the bunched electrons pass through the grids, they must encounter a retarding phase. റിട്ടാർഡിംഗ് ഫേസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസ് ഈ അറ്റൈൻ ചെയ്ത കൈനറ്റിക് എനർജി എല്ലാം എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ക്യാച്ചർ ക്യാവിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആസ് എ റിസൾട്ട് നമ്മുടെ RF സിഗ്നൽ ആ എനർജി അറ്റൈൻ ചെയ്യുന്നു, ഹൈ പവറും കിട്ടുന്നു. ഈ ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കുന്നു? ആഫ്റ്റർ ഡെലിവറിങ് അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് ദ എനർജി ടു ദ ഫീൽഡ്, its velocity is being reduced and they are finally collected by the collector. ഇതാണ് എന്താണ് ക്യാച്ചർ ക്യാവിറ്റിയിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അതായത് ക്യാച്ചർ ക്യാവിറ്റിയിലേക്ക് ബഞ്ച്ഡ് ഇലക്ട്രോൺസ് വരുമ്പം ഈ ബഞ്ച്ഡ് ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്ത എനർജി ക്യാച്ചർ ക്യാവിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷെ അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ഫേസ് ഓഫ് ദ ക്യാച്ചർ ഗ്യാപ്പ് must be in such a way that when the bunched electrons passes through the grid, they must encounter a retarding phase. Retarding phase ആണെങ്കിൽ മാത്രമേ ഈ എനർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഔട്ട്പുട്ട് പവറിൻ്റെ ഇക്വേഷനാണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ക്യാച്ചർ ക്യാവിറ്റിയിലേക്ക് വരുന്ന കറണ്ട്, the fundamental component of the induced microwave current in the catcher cavity. കാരണം ക്യാച്ചർ ക്യാവിറ്റിയിൽ ഈ ഇലക്ട്രോൺസ് കാരണം RF സിഗ്നലിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ആവുന്നുണ്ടല്ലോ. സോ the fundamental component of induced microwave current in the catcher cavity is given by I2 induced. അതായത് കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ക്യാച്ചർ ക്യാവിറ്റി എന്ന് പറയുന്നത് β0 × I2. ഇതിൽ β0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് ക്യാവിറ്റി ഉണ്ട്. അപ്പോൾ ഓരോ ക്യാവിറ്റിക്കും അതിൻ്റെതായ ഒരു കപ്ലിംഗ് കോഎഫിഷ്യൻ്റ് ആണ്. ഇതെന്ന് പറയുന്ന ഔട്ട്പുട്ട് ക്യാവിറ്റി ആയിട്ടുള്ള ക്യാച്ചർ ക്യാവിറ്റിയുടെ കപ്ലിംഗ് കോഎഫിഷ്യൻ്റ് ആണ് β0. മറ്റേ നമ്മൾ ബഞ്ചർ ക്യാവിറ്റിയിൽ βi എന്ന് പറഞ്ഞ പോലെ ഇവിടെ ക്യാച്ചർ ക്യാവിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കപ്ലിംഗ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് β0 ആണ്. അപ്പോൾ ആ കപ്ലിംഗ് കോഎഫിഷ്യൻറ്റും ഇൻഡ്യൂസ്ഡ് ആവും. പ്ലസ് ഈ I2 എന്ന് പറയുന്നത് ഏതാണ്?
ഇലക്ട്രോൺസ് കൊണ്ടുവരുന്ന ഇലക്ട്രോൺസ് ബഞ്ചസ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ എന്താണ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് എന്താണ് കറണ്ട് അല്ലേ. സോ ഈ കറണ്ട്, സോ ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് കറണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് എന്താ β0 × I2. ഈ I2 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ പല ഇൻസ്റ്റൻസ്, അതായത് പല രീതിയിൽ വെലോസിറ്റി മോഡുലേറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോൺസിനെ നമ്മളൊരു ഫംഗ്ഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്ത ഒരു ഇക്വേഷൻ ആയിരുന്നു 2I0 × J1 cos of omega × T2 - τ - T0. ഇത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. നമുക്കിവിടെ ഒരു കോസ് ടേം ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൺസിഡർ ചെയ്യുന്ന മാക്സിമം കറണ്ട് ആണ്. അപ്പോൾ മാക്സിമം കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ കോസിന്റെ ടേം, കോസിന് മാക്സിമം വരുന്ന എപ്പോഴായിരിക്കും, cos 0 അപ്പോൾ എന്താണ് ഇത് മാക്സിമം ആവുന്ന വാല്യൂ ഏതാണ്, 1 ആണ്. അപ്പോൾ ആ വാല്യൂവിൽ ഇതിന്റെ മാക്സിമം I2 എന്ന് പറയുന്നത്, അതായത് ഫണ്ടമെന്റൽ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്തായി മാറും, 2I0 × J1. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ തൊട്ട് എഴുതിയാൽ മതി, ദ ഫണ്ടമെന്റൽ കമ്പോണന്റ് ഓഫ് കറന്റ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കാച്ചർ ക്യാവിറ്റി ഹാസ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു I2 ഇൻഡ്യൂസ്ഡ്. അതായത് ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് β0 × I2 ആണ്. β0 എന്ന് പറയുമ്പം ഔട്ട്പുട്ട് കപ്ലിംഗ് കോഎഫിഷ്യന്റ് ഇൻറ്റു അങ്ങോട്ട് വരുന്ന കറണ്ട്, അതാണ് അവിടെ ഇൻഡ്യൂസ്ഡ് ആവുന്ന കറണ്ട്. ഇനി I2 എന്ന് പറയുന്നത് എന്താ, 2I0 × J1. J1 എന്ന് മാത്രം വന്നു പറഞ്ഞാൽ ഇത് മാക്സിമം കറണ്ട് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് കോസിന്റെ വാല്യൂ എത്രയാണ്, 1 വരുമ്പോഴാണ്. അപ്പോൾ ഇതാണ് മാക്സിമം മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, β0 I2 = എന്തെന്ന് കിട്ടി, β0 × 2I0 × J1. ഇനി ഈ പടം കാണിക്കുന്നതെന്ന് പറയുന്നത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, ഡ്രോ ദ ഔട്ട്പുട്ട് ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് കാച്ചർ ക്യാവിറ്റി, അതായത് ക്ലൈസ്ട്രോണിന്റെ ഔട്ട്പുട്ട് ഈക്വലന്റ് സർക്യൂട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പടമാണ് ഇതിന് കാണിച്ചേക്കുന്നത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമുക്കറിയാം വരുന്ന കറണ്ട്, അതായത് കാച്ചർ ക്യാവിറ്റിയിലേക്ക് വരുന്ന കറണ്ട് എന്താണ്, β0 × I2 ആണ്. ആ I2 ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 2I0 × J1. ഇതിൽ RSHO എന്ന് പറഞ്ഞാൽ നമ്മളിതിപ്പോൾ എവിടെയാണ് കൺസിഡർ ചെയ്യുന്നത്, കാച്ചർ ക്യാവിറ്റിയിലാണ്. അപ്പോൾ കാച്ചർ ക്യാവിറ്റിക്ക് തന്നെ ആ വോളിന് ഒരു റെസിസ്റ്റൻസ് കാണും, അതിനെ മോഡൽ ചെയ്യുന്നതാണ് RSHO. ഇനി RB എന്ന് പറഞ്ഞാൽ ബീം ലോഡിംഗ് റെസിസ്റ്റൻസ്. ബീം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എല്ലാം വന്ന് അതിൻ്റെ എനർജി കൊടുക്കുന്നത് എവിടെയാണ്, കാച്ചർ ക്യാവിറ്റി. അപ്പോൾ അവിടെ ഒരു ലോഡിംഗ് റെസിസ്റ്റൻസ് കാണും, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് RB. ഇനി ഇത് കൂടാതെ തന്നെ എക്സ്റ്റേണൽ ലോഡ് റെസിസ്റ്റൻസ്, അതായത് ബാക്കി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാണും. ഇതെല്ലാം മോഡലിംഗ് ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു ക്യാവിറ്റി നമ്മൾ പറയുന്നത് മാത്തമാറ്റിക്കലി നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ ഒരു സർക്യൂട്ട് വെച്ച് റെപ്രസെന്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയാണ്. സോ എക്സ്റ്റേണൽ ലോഡ് റെസിസ്റ്റൻസ് ആണ് RL. ഇനി എഫക്റ്റീവ് ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്ന നൊട്ടേഷൻ ആണ് RSH. RSH എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോട്ടൽ, ഇതിന്റെ എല്ലാം ഈക്വലന്റ്, അതായത് ഈ RSHO, RB, RL ഇതിനെല്ലാം കൂടി ഈക്വൽ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒറ്റ റെസിസ്റ്റൻസ് ആണ് RSH. മനസ്സിലായോ? അതായത് RSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസ്, ബീമിന്റെ റെസിസ്റ്റൻസ് പ്ലസ് വോൾ റെസിസ്റ്റൻസ്, ഇതെല്ലാം കൂടെ വരുന്ന ഈക്വലൈസ് ചെയ്തിട്ട് ഇതിനെ ഒറ്റ റെസിസ്റ്റൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്തേക്കണതാണ് RSH. അതായത് നമുക്കറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്ന എപ്പോഴും അക്രോസ് എന്തായിരിക്കും, ഒരു ലോഡ് റെസിസ്റ്റൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ലോഡ് റെസിസ്റ്റൻസ് എഫക്റ്റീവ് ആയിട്ടുള്ള ഷണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് കാണിച്ചേക്കണതാണ് ഈ RSH. ഈ RSH എന്ന് പറഞ്ഞാൽ ശരിക്കും ഇറ്റ് ഈസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ്, അതായത് കോമ്പിനേഷൻ ഓഫ് RSHO, RB, RL. ഇത് ഈ 3 റെസിസ്റ്റൻസിനെയും ഈക്വലന്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് വാല്യൂ ആണ് RSH. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ ആണ് V2. അപ്പോൾ V2 എന്ന് പറയുന്നത് ഇവിടുന്ന് വരുന്ന കറണ്ട് എത്രയാണ്, β0 × I2. അപ്പോൾ ഈ മൊത്തം റെസിസ്റ്റൻസിനെ നമ്മൾ മോഡൽ ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് RSH. അപ്പോൾ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരിക്കില്ലേ V2. കാരണം നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്, ഔട്ട്പുട്ട് പവർ ആണ്. ഔട്ട്പുട്ട് പവർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് അറിയണം, ഔട്ട്പുട്ട് വോൾട്ടേജും അറിയണം, ഔട്ട്പുട്ട് കറണ്ടും അറിയണം, എന്നാലല്ലേ നമുക്ക് പവർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയാണ് ഈ മോഡൽ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് പവർ ഇസ് ഡെലിവേർഡ് ടു ദ കാച്ചർ ക്യാവിറ്റി. ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള അതേ ഇക്വേഷൻസ് ആണ്. അതായത് നമുക്കറിയാം പവർ എന്ന് പറയുന്നത് എന്താ, I²RH ആണ് അല്ലേ, I²H അല്ലേ, I²R നമ്മൾ പഠിച്ചിട്ടില്ലേ. ഇവിടെ I² എന്ന് പറയുന്നത്, I എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് എന്താ, β0 × I2. അതാണ് പവർ ഇസ് ഈക്വൽ ടു I² ആണ്. ഇനി ഇവിടെ നമ്മൾ എടുക്കുന്ന RMS വോൾട്ട് കറണ്ട് ആണ്. RMS കറണ്ട് എന്ന് പറയുമ്പോൾ എന്താ, √2 അല്ലേ, RMS വാല്യൂ അല്ലേ വരുന്നത്. അതുകൊണ്ടാണ് കണ്ടോ, ശരിക്കും ഔട്ട്പുട്ട് പവറിന്റെ ഇക്വേഷൻ എന്താണ്, I²R. നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നമുക്ക് വരുന്ന കറണ്ട് ഏതാണ്, β0 × I2 അല്ലേ, അതല്ലേ ഞാൻ ഈ കാണിച്ചേക്കണം. കണ്ടോ, ഈ പടത്തിനകത്ത് നമ്മൾ കാണിച്ചേക്കണം എന്താണ്, ഇവിടെ വരുന്ന കറണ്ട് എത്രയാണ്, കണ്ടോ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, β0 × I2. നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് V2, നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, RSH. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പഠിച്ച ഇക്വേഷൻ തന്നെ എന്താണ്,
നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? I² ഇൻറ്റു RSH. അപ്പോൾ I² പകരം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന എന്ത് കറണ്ടാണ്? RMS വാല്യൂ ആയതുകൊണ്ട് β0 ഇൻറ്റു I2/√2 എന്ന് വരും. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? √2² 2 വരില്ലേ? അപ്പോൾ നമുക്ക് ആൻസർ എന്തായി? β0 ഇൻറ്റു I2² ഇൻറ്റു RSH. അതല്ലേ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമുക്ക് എന്ത് എഴുതി? ഇനി പവർ എന്ന് പറയുമ്പോൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? RSH. അപ്പം ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ β0 ഇൻറ്റു I2² 2 ഇത്രയും പി ഔട്ട് കിട്ടി. ഇനി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എന്താ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? V/I ആണ്. V എന്ന് പറയുന്നത് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താവും? V2 ആണ്. നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? β0 ഇൻറ്റു I2. അപ്പോൾ ഈ RSHന് പകരം നമ്മൾ എന്ത് നൊട്ടേറ്റ് ചെയ്യുക? V2/β0 I2 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് പവറിൻ്റെ ഇക്വേഷൻ എന്താ കിട്ടി? β0 ഇൻറ്റു I2 ഇൻറ്റു V2/2. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ഔട്ട്പുട്ട് പവറിൻ്റെ ഇക്വേഷനാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പോവാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഇപ്പം നമ്മൾ കപ്ലിംഗ് പെർഫെക്റ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ β0യുടെ വാല്യൂ നമുക്ക് എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം? 1 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ കറണ്ട് നമുക്ക് അറിയാം I2, കാരണം നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? β0 ഇൻറ്റു I2 ആണ്. ഈ I2 എന്ന് പറയുന്നത് എന്താണ്? 2I0 ഇൻറ്റു J1 ആണ്. ഇനി മാക്സിമം വാല്യൂ നേരത്തെ എല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ പറഞ്ഞു എക്സിൻ്റെ വാല്യൂ 1.841 ആവുമ്പം J1 വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞത്? 0.582. അപ്പോൾ നമ്മൾ മാക്സിമം കറണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെ എടുക്കും? 2I0 ഇൻറ്റു 0.582 എന്ന് വരും. അതാണ് എന്ത്? മാക്സിമം കറണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം β0ക്ക് നമ്മൾ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. 2 ഇൻറ്റു I2 എന്ന് പറയുന്നത് 2I0 ഇൻറ്റു J1. മാക്സിമം വാല്യൂ ഓഫ് J1 എത്രയാണ്? 0.582. അപ്പോൾ 0.582 ഇൻറ്റു V2/2 എന്ന് കിട്ടും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമുക്കൊരു വാല്യൂ വരുന്നത് 0.582 ഇൻറ്റു I0 ഇൻറ്റു ഈ കറസ്പോണ്ടിങ് എന്താണ്? ഇവിടെ വരുന്ന വാല്യൂ എന്താണ്? V2 ആണ്. അപ്പോൾ അല്ലേ V2 ആണേ. സോ അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് പവർ കിട്ടി. ഇനി ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്? എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താ? ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് പവർ എത്രയാണ് നമുക്ക് കണ്ടുപിടിച്ചത്? നമ്മുടെ ഓൾറെഡി ഇവിടെ ഇക്വേഷനിൽ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് എന്താ? β0 ഇൻറ്റു I2 ഇൻറ്റു V2/2 അല്ലേ? β0 ഇൻറ്റു I2 ഇൻറ്റു V2/2 ആണ്. ഇനി അതോ ആ കേസിൽ ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കറണ്ട് ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് ഏതാ? നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്. അത് എത്രയാണ്? ക്യാപിറ്റൽ V0. I0 എന്ന് പറയുന്നത് എന്താ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറണ്ട്. അപ്പം നമ്മുടെ ഈ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്തായി മാറി? β0 ഇൻറ്റു I2 ഇൻറ്റു V2 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ V0 ഇൻറ്റു I2. ക്ലിയർ ആയോ? ഇനി ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് എഫിഷ്യൻസി. ഇത് ഇക്വേഷൻ പഠിച്ചു വെക്കണം, നമുക്ക് പ്രോബ്ലം ചെയ്യാനാണ്. ഇത് ഇത്രയേ ഉള്ളൂ. എഫിഷ്യൻസി എന്ന് പറയുമ്പം ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഓൾറെഡി നമ്മൾ ഔട്ട്പുട്ട് പവർ കണ്ടുപിടിച്ചു, ഡിറൈവ് ചെയ്ത് വെച്ചു. എത്രയാണ് കിട്ടിയത്? β0 ഇൻറ്റു I2 ഇൻറ്റു V2 ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. ഇനി ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് എന്താ? ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഇൻപുട്ട് കറണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ V0, ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ I0. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മൾ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? β0 ഇൻറ്റു I2 ഇൻറ്റു V2 ഡിവൈഡഡ് ബൈ 2V0 ഇൻറ്റു I0. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എഫിഷ്യൻസി ഓഫ് ക്ലൈസ്ട്രോൺ. ഇനി മാക്സിമം എഫിഷ്യൻസി ഒരു ക്ലൈസ്ട്രോണിന്, 2 ക്യാവിറ്റി ക്ലൈസ്ട്രോണിന് മാക്സിമം വരാവുന്ന എഫിഷ്യൻസി എത്രയാണ്? അതെങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ഇനി അടുത്ത് പറയുന്നത്. അതായത് അതിന് ഇത്രയേ ഉള്ളൂ. ഈറ്റ മാക്സ്, ഇത് ജനറലി ഈറ്റയ്ക്കാണ്. ഈറ്റ മാക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്നാൽ മാക്സിമം എഫിഷ്യൻസി എത്താം. മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണ് എത്തുന്നത്? മാക്സിമം കറണ്ട് ഉള്ളപ്പോഴല്ലേ മാക്സിമം എഫിഷ്യൻസി കിട്ടുള്ളൂ. കാരണം മാക്സിമം കറണ്ട് കൂടുതലാണെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുമ്പോൾ ഒബ്വിയസ്ലി ഈ എഫിഷ്യൻസിയുടെ ടേം എന്താവും? കൂടും. അപ്പം നമ്മൾ എടുക്കുന്ന അസംഷൻ എന്ന് പറഞ്ഞാൽ β0 നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാല്യൂ എത്ര എടുക്കുക? 1 കൊടുക്കുക. ഇനി I2 മാക്സിമം കറണ്ട് ആവുന്ന കണ്ടീഷനാണ് ഞാൻ എന്ത് പറഞ്ഞത്? 2 ഇൻറ്റു I0 ഇൻറ്റു I0 ഇൻറ്റു പിന്നെ ഞാൻ പറഞ്ഞ ടേം എന്താണ്? J1 ഓഫ് X. അതല്ലേ എന്തിൻ്റെ കണ്ടീഷൻ? I2ൻ്റെ കണ്ടീഷൻ അല്ലേ? I2ൻ്റെ ഇക്വേഷൻ അല്ലേ? I2 ഇസ് ഈക്വൽ ടു 2I0 ഇൻറ്റു J1 ഓഫ് X. ഇതിൽ ഈ J1 ഓഫ് X എന്ന് പറഞ്ഞ വാല്യൂ മാക്സിമം വരുന്നത് ഏത് വാല്യൂ ഓഫ് എക്സിലാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സിൻ്റെ ഏത് വാല്യൂലാണ്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1.841 ഉള്ളപ്പം J1 ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 0.582
0.582 അല്ലേ, 0.582 അല്ലേ മാക്സിമം വാല്യൂ. അപ്പൊ അന്നേരമല്ലേ മാക്സിമം കറണ്ട് കിട്ടുക. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് ബിക്കംസ് 1 × 2 × I0 × 0.582 ഇൻറ്റു ഈ കേസിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന പറയുന്ന മൊത്തം വോൾട്ടേജ് കൊടുക്കുന്നു എന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഈ V2 പകരം നമ്മൾ എന്തെടുക്കുക, V0, അതായത് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മൊത്തം വോൾട്ടേജ് വരുന്നു, ആ ഒരു കൺസെപ്റ്റിൽ എടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ എന്ത് വരും, ഈ I0 V0 എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാക്സിമം എത്ര വാല്യൂ വരും, 58%. അതായത് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന പറഞ്ഞാൽ ഒരു 2 cavity ക്ലൈസ്ട്രോണിലെ മാക്സിമം എഫിഷ്യൻസി എത്രയേ വരുള്ളൂ, 58% ആണ്. ഇനി ഏതെങ്കിലും ഒരു കേസിൽ എക്സാമിന് ചോദിക്കുവാണ് പ്രൂവ് ദാറ്റ് ദ എഫിഷ്യൻസി ഓഫ് എ ക്ലൈസ്ട്രോൺ ഇസ് 50% എന്ന് പറഞ്ഞാൽ ഇത്രയും വരെ നമ്മൾ എഴുതണം. അതായത് ഔട്ട്പുട്ട് പവറിനെ കുറിച്ച് പറയുക, എന്നിട്ട് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വരെ എഴുതുക, എന്നിട്ട് മാക്സിമം എഫിഷ്യൻസി എത്തുമ്പം J1 വാല്യൂ മാക്സിമം ആയിരിക്കണം. അത് എത്രയായിരിക്കണം, 1.841 ആയിരിക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.582 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 58% ആണ്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. താങ്ക് യു.